കോൺഗ്രസിന്റെ നിലവിലെ ലീഡർഷിപ്പിൽ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമില്ലെന്നാണോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഞാൻ പല കോൺഗ്രസ്സുകാർ എന്നോട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പണ്ടേ എനിക്ക് ഓർമ്മ വെച്ചോട്ട് കാണുന്ന ആളുകളല്ലേ കോൺഗ്രസ്, അവരെ വന്നിട്ട് എന്നോട് എപ്പോഴും സങ്കടം പറയും, ലീഡർഷിപ്പ് ശരിയല്ല, അവരൊക്കെ മാറ്റിയാലേ പാർട്ടി രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ പലരും എന്നോട്. ഞാനൊന്നും പറയാറില്ല, കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു പരിധി കൂടുതൽ എന്നെ വല്ലാണ്ട് ചൊറിഞ്ഞാൽ ഞാൻ പറയും. കാരണം ഞാൻ പറഞ്ഞ മാതിരി ആളെ മുട്ടിയാൽ ചാരിയും കടിക്കും. പക്ഷെ എന്നെ ചൊറിയാതിരിക്കുക നല്ലത്. കാരണം എല്ലാവരുടെ ചരിത്രം നന്നായി അറിയുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരു കുടുംബത്തിനെ ബാധിക്കുന്ന വിധത്തിൽ ഞാനത് പറയില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞതിലുള്ള രാഷ്ട്രീയം അതാണ്, നീ രാഷ്ട്രീയമായി അറ്റാക്ക് ചെയ്തോ, കുടുംബത്തിനെ വലിച്ചഴക്കരുതൊന്നുമില്ല. അത് ഇന്ന് വരെ ഞാൻ പാലിച്ചിട്ടുണ്ട്. ബി ജെ പിയിലേക്ക് പോയതിന് പിന്നിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ് ഇടനിലക്കാരൻ എന്ന ആക്ഷേപം കോൺഗ്രസ് നേതാക്കൾ, കെ മുരളീധരൻ അത് ഉന്നയിക്കുന്ന ആരോപണം, പിന്നെ ഇത് KC വേണുഗോപാൽ അടക്കം തെളിവുണ്ടെന്ന് ഇപ്പോൾ ഒടുവിൽ പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? തെളിവ് പുറത്തുകൊണ്ടിട്ടെ ഞാൻ വെല്ലുവിളിക്കാം ബെഹ്റയാണെന്നുള്ളത്. കാരണം ബെഹ്റയല്ല, ഒരു 0% പോലും ബെഹ്റയല്ല. ഞാൻ ബെഹ്റേനെ കണ്ടിട്ട് 1.5 കൊല്ലമായി. അതിനിടയ്ക്ക് ഒരു കഴിഞ്ഞ മാസമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് മുഖ്യാതിഥി അങ്ങോരായിരുന്നു. അപ്പം അങ്ങോര് എന്നെ കണ്ട എന്നെ ചേച്ചിന്ന് വിളിച്ചിട്ട് വരും. അങ്ങനെ ഒരു വ്യക്തിബന്ധമാണ്. വിളിച്ചു ഒരു ദിവസം പോലും അങ്ങോര് എന്നോട് BJP പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ഡോക്ടറെ വിളിക്കാറുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ പറയും, ഭയ്യ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറയില്ല, ചേച്ചിക്ക് ഉറച്ച നിലപാടുള്ള ആളാണ്, അതുകൊണ്ട് ആ വഴിക്കേ ഇല്ല എന്ന് പറയും എപ്പോഴും. അങ്ങനെ പറയുന്ന ഒരാളെ പറയാൻ തെളിവുണ്ടെങ്കിൽ അവർ പുറത്തു വിട്ടേന്നേ. ഈ ബെഹ്റ കേരളത്തിലുള്ള പല നേതാക്കളെയും BJPയിലേക്ക് കൊണ്ടുപോകുന്ന ഏജന്റാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും സമീപനം നേരിട്ടല്ലാതെ വന്നിരുന്നോ ബെഹ്റയുടെ ഭാഗത്തുനിന്ന്? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് എവിടെ വേണമെങ്കിലും സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വന്നിട്ടില്ല. ഇവർ തെളിവ് കൊണ്ടിട്ടേന്നേ, ഞാൻ വെല്ലുവിളിക്കണം, തെളിവ് കൊണ്ടിട്ടെ അവർ. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാലോ ഏത് വഴിയാണ് വന്നത് എന്താന്നൊക്കെ. അപ്പോൾ അവർ വെല്ലുവിളിച്ചോട്ടെ. പക്ഷെ അതാണ് ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിട്ടുള്ള അപജയം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ നേതാക്കളാണ് ഒന്നും അറിയാണ്ട് വായി തോന്നിയത് വിളിച്ചു പറയാം. എന്തിനാ ആ മനുഷ്യൻ, അയാളുടെ ജോലിയും ചെയ്ത് ജീവിച്ചോട്ടെ, അയാൾ എന്തിനാ ഇതിലേക്ക് വലിച്ചിരിക്കണം? അയാളല്ല എന്ന് ഞാൻ 100% പറയാം. അപ്പം എന്തായാലും കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറിയത് BJPയുടെ അക്കൗണ്ട്, അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും BJPയിൽ അംഗത്വം എടുത്ത സാഹചര്യത്തിൽ ആ അക്കൗണ്ട് തുറപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്ത് അവിടേക്ക് പോയി മുരളീധരനെതിരെ ശക്തമായ പ്രചരണം നടത്താനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഞാൻ സാധാരണ എല്ലാവർക്കും വേണ്ടി പോണ മാതിരി തന്നെ അദ്ദേഹം വിളിച്ചാലും ഞാൻ പോകും. അപ്പം അതിനെ നമ്മുടെ അടുത്ത മാതിരിയല്ലല്ലോ, തോന്നുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അവർ പാർട്ടി പറയും എന്ത് ചെയ്യണമെന്ന്, അതനുസരിച്ച് നമ്മൾ ചെയ്യും, അത്രയേ ഉള്ളൂ. ഒരു അച്ചടക്കം എല്ലാത്തിനും നല്ലതാണ് പാർട്ടിക്ക്. നമ്മുടെ കയ്യിൽ അച്ചടക്കം ഇല്ലാണ്ടായി കുറേ കാലങ്ങളായിട്ട്. അതുകൊണ്ട് തോന്നിയവരെല്ലാണ് മറ്റേ പണ്ടൊക്കെ K കരുണാകരനും AK ആന്റണിയും മാത്രമാണ് ഗ്രൂപ്പ്. ഇന്ന് അങ്ങനെയല്ല, ഓരോ വ്യക്തിക്കും ഗ്രൂപ്പാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ അതനുസരിച്ച് നമ്മളെങ്ങ് വല്ലാണ്ട് ദ്രോഹിക്കുക എന്നുവെച്ചാൽ എനിക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസരം ഉണ്ടാക്കുക. മുരളിയേട്ടനെ തൃശ്ശൂർ ആക്കിയതിനുള്ള കാരണമൊക്കെ എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാനത് തുറന്നു പറയാൻ ഇരിക്കാത്ത, എനിക്ക് ആരും ദ്രോഹിക്കണം എന്നില്ല. എന്നെ പക്ഷെ അല്ലാണ്ട് ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാൽ എനിക്കത് എന്തുകൊണ്ടൊക്കെയാന്നുള്ളത് എനിക്കറിയാം കാര്യങ്ങൾ.